പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തമിഴ് ചിത്രത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ആദ്യമൊക്കെ ഈ തമിഴ് ചിത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മെയ് 1 റിലീഫായ, എനിക്ക് തോന്നുന്നു ഹൈപ്പ് കൂടിയ ചിത്രങ്ങൾക്കിടയിൽ ഒരു ചെറിയ ചിത്രം അന്ന് റിലീഫായി, ടൂറിസ്റ്റ് ആൻഡ് ഫാമിലി എന്ന് പറയും. അതിൻ്റെ കൂടെ റിലീഫായ ചിത്രങ്ങൾ എന്ന് പറയാം ഹിറ്റ് 3, ട്രേഡ് 2 അജയ് ദേവ്ഗണിൻ്റെ, അതുപോലെ തമിഴിൽ നിന്ന് സൂപ്പർ സ്റ്റാർ സൂര്യയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു റെട്രോ. അങ്ങനെ ഹൈപ്പ് കൂടിയ ചിത്രങ്ങൾക്കിടയിൽ ഒരു കൊച്ചു ചിത്രം ഇറക്കിയപ്പം എല്ലാവരും പുതിയം ഒന്ന് ഉയർത്തി. കാരണം ഈ ചിത്രം എങ്ങനെ പിടിച്ചു നിൽക്കും എന്നാണ് എല്ലാവരും കരുതിയത്. പ്രത്യേകിച്ച് സൂര്യയുടെ ഒരു ചിത്രം തമിഴ്നാട്ടിൽ റിലീഫ് ചെയ്യുമ്പോൾ അവിടെ തന്നെ ശശികുമാറും സിമ്രാനും നായകനും നായികയായ ഒരു ചിത്രം, ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്ന ഒരു ചിത്രം റിലീഫായപ്പം ഇതിപ്പം ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിച്ചതാണ്. പക്ഷേ കാലം അതിന് കണക്ക് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. നമ്മൾ ആ ചിത്രം കണ്ടതിന് ശേഷം അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പതുക്കെ ഒരു ഹിറ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മളന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ ചിത്രം ഇന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ ഏകദേശം 10-12 ദിവസം ആകുമ്പോഴത്തേന് ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരിക്കുന്നു, മെഗാ ഹിറ്റിലേക്ക് കുതിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. ടൂറിസ്റ്റ് ആൻഡ് ഫാമിലി ആദ്യ ദിവസം ഇത് കളക്ട് ചെയ്ത് 2 കോടി രൂപയായിരുന്നു ആദ്യ ദിനം. രണ്ടാമത്തെ ദിവസമായിരുന്നു 1,70,00,000. പക്ഷേ ഇന്നലത്തെ കളക്ഷൻ, ഞായറാഴ്ച ദിവസത്തെ ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 6,13,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം ആദ്യ ദിവസം നമ്മൾ കണ്ട ടൂറിസ്റ്റ് ആൻഡ് ഫാമിലി എന്ന ചിത്രമല്ല ഇപ്പം 12ാമത്തെ ദിവസം കാണുന്നത്. കളക്ഷൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു ടൂറിസ്റ്റ് ആൻഡ് ഫാമിലിയാണ് നമ്മൾ കാണുന്നത്. ഒരു ശ്രീലങ്കൻ തമിഴ് കുടുംബത്തിൻ്റെ യാത്രയെപ്പറ്റി വിവരിക്കുന്നതാണ് ഈ ചിത്രം. അഭിഷാൻ ജീവൻ എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു കഥയും. ഈ ചിത്രത്തെപ്പറ്റി എനിക്ക് തോന്നുന്നു ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ലാത്തൊരു ചിത്രമാണെന്ന് പറയും. മലയാളത്തിലെ ഇപ്പം തുടരി എന്ന ചിത്രത്തെ പോലെ തന്നെ വൻ ഹിറ്റിലേക്ക് കുതിക്കുന്ന ഒരു ചിത്രമായി മാറിയിരിക്കുകയാണ് ടൂറിസ്റ്റ് ആൻഡ് ഫാമിലി. ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കേവലം 7 കോടി രൂപ മാത്രമാണ് എന്നും പറയുന്നു. ഓവർസീസിൽ നിന്ന് ശനിയാഴ്ച വരെയുള്ള കളക്ഷൻ നോക്കുമ്പോൾ 8,10,00,000 രൂപയും, ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്ന 33,15,00,000 രൂപയാണ്. അങ്ങനെ ടോട്ടൽ 41,25,00,000 കാണിക്കുന്നത്. അതുപോലെ ഇന്നലത്തെ കളക്ഷൻ ഏകദേശം 8 കോടിയോളം വരുന്നു. ഇന്നലെ കൊണ്ട് തന്നെ ഇത് 50 കോടി കവർ ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു മെഗാ ഹിറ്റിലേക്ക് ഈ ചിത്രം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഇറങ്ങിയ ചില ചിത്രങ്ങളെ പറ്റി നമുക്ക് പറയാം. ഹിറ്റ് 3, ട്രേഡ് 2 ഈ ചിത്രങ്ങളെല്ലാം ഓട്ടം നിർത്തിയ അവസ്ഥയിലാണ്. കാരണം ഇതെല്ലാം വലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് റെട്രോ എന്ന് പറയുന്ന സൂര്യയുടെ ചിത്രം തമിഴ്നാട്ടിൽ ഇന്നലെ ആ സൂര്യയുടെ ചിത്രം കളക്ട് ചെയ്തത് 1,75,00,000 രൂപയാണ് എന്നോർക്കുമ്പോഴാണ് ഈ ടൂറിസ്റ്റ് ഫാമിലിയുടെ വിജയം നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യ ദിനം റെട്രോ കളക്ട് ചെയ്തത് ഏകദേശം തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി 19 കോടി 20 കോടിക്കടുത്തായിരുന്നു. അന്നാണ് ടൂറിസ്റ്റ് ഫാമിലി 2 കോടി രൂപയുമായിട്ട് മത്സരിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്ന് റെട്രോയുടെ ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 1,70,00,000, ടൂറിസ്റ്റ് ഫാമിലിയുടെ 6,20,00,000. അതാണ് അവസ്ഥ. അപ്പം നല്ല ചിത്രങ്ങൾ, അത് കൊച്ചു ചിത്രമായിക്കോട്ടെ വലിയ ചിത്രമായിക്കോട്ടെ, ഏതായാലും കഥയുണ്ടെങ്കിൽ അത് വിജയിച്ചിരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനീ പറഞ്ഞ ടൂറിസ്റ്റ് ഫാമിലിയുടെ വിജയം. അപ്പം നല്ല ചിത്രങ്ങൾ എന്നും പ്രേക്ഷകർ അംഗീകരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം കേരളത്തിൽ നിന്നും ഏകദേശം 1 കോടിക്കടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കാരണം 80 ലക്ഷത്തോളം കളക്ട് ചെയ്തു.
2 ദിവസം കൊണ്ട് തന്നെ 1 കോടി കടക്കാൻ ഒരുങ്ങി തന്നെയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം. അത് റെഡ് റോ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഏകദേശം 4.5 കോടിയോളം കളക്ട് ചെയ്തു. റെഡ് റോയുടെ ടോട്ടൽ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ആദ്യ ദിനം ഞാൻ പറഞ്ഞില്ലേ 35 കോടിയോളം കളക്ട് ചെയ്ത ചിത്രം. പിന്നെ ചിത്രത്തെപ്പറ്റി സമ്മിശ്രമായ പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ചിത്രം ഇഴഞ്ഞു തുടങ്ങുന്ന അവസ്ഥയിലാണ് പിന്നെ കാണുന്നത്. ഇത്രയും ദിവസം ആകുമ്പോഴും ഈ ചിത്രം നേടിയത് ഓവർസീസിൽ നിന്ന് 24 കോടി 15 ലക്ഷവും ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 65 കോടി 60 ലക്ഷവും ടോട്ടൽ 89 കോടി 75 ലക്ഷമാണ്. ഞാൻ ഇതിനിടയിലൊരു വീഡിയോ ചെയ്തിരുന്നു. റെഡ് റോ പരാജയത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നായിട്ട് വീഡിയോ ചെയ്തിരുന്നു. അത് ഒരുപക്ഷെ ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പം പുറത്തു വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് റെഡ് റോ സൂര്യയുടെ ചിത്രം നേടിയത് 45 കോടി 90 ലക്ഷവും കേരളത്തിൽ നിന്ന് 4.5 കോടിയും ആണ് നേടിയത്. അങ്ങനെ 89 കോടി 75 ലക്ഷം നേടിയ ചിത്രം ബഡ്ജറ്റ് എന്ന് പറയുന്നത് 65-70 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ചിത്രമാണ് എന്നുള്ളതും ഓർക്കണം. അപ്പം എങ്ങനെ പോയാലും ഒരു 150 കോടിക്ക് മുകളിൽ നേടിയെങ്കിൽ മാത്രമേ ഈ ചിത്രം വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അവസ്ഥ അതല്ല. 7 കോടി മുടക്കി 50 കോടിയിൽ കൂടുതൽ തുക തിരിച്ചു പിടിച്ച ഒരു ചിത്രം വീണ്ടും ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പക്ഷേ 100 കോടിയിലേക്ക് ഇത് വളരെ വേഗം എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ശശികുമാറും സിമ്രാനും തീർന്ന് സൂര്യ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെ തമിഴ്നാട്ടിൽ തകർക്കുന്നതാണ് നമ്മൾ കണ്ടത്. കേരളത്തിൽ തുടരും എന്ന ചിത്രം തൻ്റെ ജൈത്രയാത്ര തുടരുമ്പോൾ അവിടെയും ഒരു ചെറിയ ചിത്രം ജൈത്രയാത്ര തുടങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ ലാലേട്ടനെ പ്രേക്ഷകർ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന രീതിയിൽ ലാലേട്ടനെ കിട്ടിയപ്പോൾ തുടരും പ്രേക്ഷകർ സ്വീകരിച്ചു. തമിഴ്നാട്ടിലെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടപ്പെടുന്നൊരു കഥ, അത് നായകനാരായാലും അത് കാണാൻ അവർ കുതിക്കുന്നു. ആദ്യമൊക്കെ കളക്ഷൻ കുറവായിരുന്നെങ്കിലും പിന്നെ പാടെ തമിഴ് ഹൃദയം ടൂറിസ്റ്റ് ആൻഡ് ഫാമിലി കീഴടക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ എത്താം. അതുവരെ ഓക്കെ, ബൈ.